അപ്പം തിരക്ക് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കുപ്പായ കൂടി വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് നമ്മൾ മാക്സിമം വെയിറ്റ് ആണ് നമ്മൾ കേബിളിൽ ബാറിൽ നമ്മൾ ബൈസെപ്പ് കർൾ ചെയ്യുന്നത്. ഹെവി വെയിറ്റ് ആണ് നമ്മൾ ലാസ്റ്റ് കുറച്ച് മൊമെന്റ് ഒക്കെ യൂസ് ചെയ്യും. എന്തായാലും ഫെയിൽ വരെ അടിച്ചിട്ട് നമ്മൾ അപ്പം തന്നെ ഡ്രോപ്പ് സെറ്റ് അടിക്കും. ഇനിയും സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ നമ്മൾ ഇനിയും വെയിറ്റ് കുറച്ചാണ് നമ്മൾ വീണ്ടും ഡ്രോപ്പ് സെറ്റ് അടിക്കും. അപ്പൊ അങ്ങനെ ഫെയിൽ വരെ അടിക്കും. ഇതേപോലത്തെ 2 സെറ്റ് നമ്മൾ അടിക്കല്. ശരിക്കും ഇങ്ങനത്തെ ഒരു സെറ്റിന്റെ മതി നമുക്ക് ബൈസെപ്സ് ഗ്രോ ആവാണ്. കാരണം നമുക്ക് ഓരോ ഡാമേജ് വേണ്ട, നമുക്ക് ജസ്റ്റ് ആ സ്റ്റിമുലസ് മാത്രം കിട്ടിയാൽ മതി. ഞാൻ ഇത്രയ്ക്ക് ഇന്റൻസ് ആയി ട്രെയിൻ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ആകെ ആഴ്ചയിൽ 3 ദിവസം വർക്കൗട്ട് ചെയ്യലുള്ളൂ. ഇപ്പം നമ്മൾ ഫോളോ ചെയ്യുന്ന സ്പിറ്റ് ആണ് പുഷ് പുൾ ഒക്കെ തന്നെയാണ്. പക്ഷെ നമ്മൾ ഒരു ദിവസം ഗ്യാപ്പ് ഇട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ആ ഒരു റെസ്റ്റേജ് നമുക്ക് റിക്കവറിക്ക് നമുക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ 2ാം സെറ്റാണ്. 2ാം സെറ്റിന് ഫെയിൽ വരെ എടുത്തു. പിന്നെ ഫ്ലെക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി ഫീൽ ആയി നമുക്ക് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലെക്സ് ചെയ്യുമ്പോൾ. അപ്പോൾ ലൈറ്റിംഗ് പമ്പൊക്കെ കണ്ടപ്പോൾ കുറച്ച് വേണമെങ്കിൽ പോസ് ചെയ്ത് നോക്കി നമ്മൾ. പിന്നെ കുറച്ച് വേണമെങ്കിൽ പോസ് ചെയ്തിട്ട് നമ്മൾ വർക്കൗട്ട് തീർത്തു. നല്ല ലേറ്റ് ആയി. അതുകൊണ്ട് നമ്മൾ ബാക്കിയും വീഡിയോ എടുക്കാനില്ല. നേരെ നമ്മൾ ചെയ്ത് ഡംബലിൽ ഹാമറിക്കുള്ള അതുപോലെ നമ്മൾ 4 ആംസിന് കളിച്ചു. ബൈസെപ്സ് ആവശ്യത്തിന് പമ്പ് കഴിഞ്ഞ് എന്നാൽ അത്രക്കുള്ളൂ. ഇറ്റ് വാസ് ഫുൾ ഡേ. എന്നിട്ട് വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി നല്ല ടൈമും വേണം, അതുപോലെ നല്ലൊരു മൈൻഡും വേണം. അത്രയും കഷ്ടപ്പെട്ടാണ് വീഡിയോ ഉണ്ടാക്കുന്നത്. കാരണം നമുക്ക് ടൈം വളരെ കുറവാണ്. ജിമ്മ് ക്ലോസ് ചെയ്ത് ഉറങ്ങാൻ പോവാണ്. അപ്പോൾ ഓക്കെ, ബൈ.